അബ്രഹാമിനോട് വിളിച്ചരുളി ചെയ്തത്, നീ ഈ കാര്യം ചെയ്തു, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. മതി, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നമ്മൾ കുറേ കാര്യങ്ങൾ, അനുഭവങ്ങൾ ആ വാക്യവുമായി ബന്ധപ്പെട്ട് കേട്ടുകൊണ്ടിരുന്നു. ദൈവം പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ദൈവാനുഗ്രഹത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ എല്ലാ നല്ല ദാനവും തികഞ്ഞ വരം ഒക്കെയും ഉയരത്തിലെ ദൈവത്തിൽ നിന്നുള്ളതാണ്. മനസ്സിലായോ? എ വെരി ഗുഡ് ആൻഡ് പെർഫെക്റ്റ്. ഒരു പെർഫെക്റ്റ് ആയത് തരാൻ ദൈവത്തിനെ പറ്റൂ, മനുഷ്യർക്ക് പറ്റത്തില്ല. എത്ര ജ്ഞാനമുള്ള മനുഷ്യനാണെങ്കിലും പെർഫെക്റ്റ് ആയിട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല. ലോകത്തിൽ മനുഷ്യനുണ്ടാക്കിയ പെർഫെക്റ്റായ എന്തെങ്കിലും ഒന്നുണ്ടോ? ഒരു അപ്ഡേഷൻ വേണ്ടാത്ത എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? എത്ര പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയാലും അതിനൊരു മാറ്റം ഉണ്ടാവും. ഇന്ന് നമുക്കത് ഭയങ്കരമായിരിക്കാം, നാളെ ഇതാണോ വലിയ കാര്യം, അതിനേക്കാൾ മെച്ചമായത് വരും. എന്നാൽ ദൈവം ഒന്ന് തന്നാലുണ്ടല്ലോ, അപ്ഡേഷനൊന്നും വേണ്ട. എത്ര സ്വോത്രം പറയാ. ഈ ഭൂമിയെ നോക്ക്, എത്ര 1000 വർഷങ്ങൾക്ക് മുമ്പേ നിർമ്മിച്ചതാണ്. ഈ ആധുനിക ലോകത്തും ഇനി എന്തെങ്കിലും കൂടെ ഇതിനു വേണ്ടി അഡീഷണലായിട്ട് ഉണ്ടാക്കണമെന്ന് ദൈവത്തിന് ഇതുവരെ സ്വോത്രം. നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് ഇത് മതി. എത്ര പേർക്ക് ദൈവത്തിന് സ്വോത്രം പറയാം? അതിശയവും ഭയങ്കരവുമായി എൻ്റെ ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചിരിക്കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിന് സ്വോത്രം പറയുന്നു. ഒരു അപ്ഡേഷനും വേണ്ട. ഇതിങ്ങനെ വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതുകൂടെ വേണമായിരുന്നു എന്ന് ഇന്നേ വരെ ദൈവത്തിന് തോന്നിയിട്ടില്ല. അതാണ് ദൈവത്തിൻ്റെ പെർഫെക്റ്റായ സൃഷ്ടിപ്പ്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് കുഞ്ഞുങ്ങളോട്, യുവജനങ്ങളോട്, പ്രിയപ്പെട്ടവരോടൊക്കെ പറയട്ടെ, ദൈവം തരുന്നത് പെർഫെക്റ്റാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി ദൈവം ഭാഗെ സമർപ്പിക്കുക. ഏറ്റവും ഉത്തമമായത് ദൈവം തരും. ദൈവം ഉത്തമമായി തന്നിട്ട് ഇതെന്തിനാണെന്നൊന്നും ചോദിക്കരുത്. നമ്മുടെ കുഴപ്പം അതാണ്. ഇതെന്തിനെന്നൊക്കെ ചോദിച്ചോളേ, വേണ്ട. ദൈവത്തിന് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റൂ. ശരി, പോട്ടെ. അപ്പോൾ അങ്ങനെ ദൈവം അബ്രഹാമിനോട് പറയുന്നു, ഞാൻ നിന്നെ ഐശ്വര്യമായി, അങ്ങനെ പെർഫെക്റ്റായി ഉത്തമമായത് തന്ന് അനുഗ്രഹിക്കും. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു, അങ്ങനെ ഉത്തമമായത് കൊടുത്തതിൻ്റെ ഒരു കാരണം, പ്രവൃത്തി കൊണ്ട് ആ യാഗം പൂർണ്ണമായില്ലെങ്കിലും ഹൃദയം കൊണ്ട് അത് പൂർണ്ണമായി ദൈവം അംഗീകരിച്ചു. സ്തോത്രം. എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, അവൻ അർപ്പിച്ചു. 11:17 പ്രൈസ് ദി ലോർഡ്. മരിച്ചവരിൽ നിന്ന് തിരികെ പ്രാപിക്കുന്നവനെ പോലെ അവൻ തിരികെ പ്രാപിച്ചു. കണ്ടോ? അപ്പൊ അതിന്റെ അർത്ഥം, അബ്രഹാം ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു, ഇസഹാക്ക് മരിച്ചു, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് ദൈവം ഇസഹാക്കിനെ തിരികെ കൊടുത്തു. എത്ര പേർക്ക് സ്തോത്രം പറയാം? പുറമേയുള്ള പ്രവൃത്തികളെക്കാൾ ഹൃദയം കൊണ്ടുള്ള സമർപ്പണം ദൈവം അധികം അംഗീകരിക്കുന്നു. ഹല്ലേലൂയ. കൈ തട്ടണം. ഹൃദയം കൊണ്ട് കൈ തട്ടുന്നതിനെ ദൈവം അംഗീകരിക്കും. പാട്ട് പാടണം, വാ തുറന്ന് പാടണം, ശബ്ദത്തിൽ പാടണം, പക്ഷേ അതിനേക്കാൾ ഹൃദയം കൊണ്ട് പാടണം. ഹല്ലേലൂയ. ദൈവത്തിനത് വിലയേറിയ വഴിപാടാണ്. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അപ്പൊ ഇതെന്തായിരുന്നു? ദൈവം അബ്രഹാമിനെ പരിശോധിച്ചതായിരുന്നു. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ദൈവം അബ്രഹാമിനെ പരിശോധിച്ചതാണ്. ജയിക്കുമോ? മനസ്സിലാകുന്നുണ്ടോ? ജയിക്കുമോ?
എന്നൊരു പരിശോധന ചെയ്തതാണ്. അബ്രഹാം ജയിച്ചു. മനസ്സിലാ? അത്ര പേർക്ക് സ്വോത്രം പറയാം. ദൈവമക്കളെ, ദൈവം നമ്മെ ഇങ്ങനെ പരിശോധിക്കും. പല തരത്തിൽ മനുഷ്യന് മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങൾ വരുന്നുണ്ട്. സ്തോത്രം. അതിന് പല കാരണങ്ങളുണ്ട്. പിശാചിൽ നിന്നുള്ള പ്രലോഭനങ്ങളുണ്ട്. പിശാച് നമ്മെ പരീക്ഷിക്കും. പിന്നെ ദൈവം നമ്മെ പരീക്ഷിക്കും. 3, നമ്മുടെ പാപങ്ങൾ കൊണ്ട് നമുക്ക് കഷ്ടതയുണ്ടാകും. നമ്മുടെ പാപങ്ങൾ കൊണ്ട്. ഇതിനെല്ലാം പല വകഭേദങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ പാപമല്ല, നമ്മുടെ പിതാക്കന്മാരുടെ പാപം കൊണ്ട് നമുക്ക് പ്രയാസം ഉണ്ടാകും. ആ പാപം നമുക്ക് വരാതിരിക്കാൻ ഒരു മാർഗമേ ഉള്ളൂ. ഞാൻ നീതിമാനായി നടക്കണം. അപ്പന്മാർ പച്ച മുന്തിരിങ്ങ തിന്നാൽ മക്കളുടെ പല്ല് പുളിക്കാതിരിക്കണമെങ്കിൽ മക്കൾ അപ്പൻ്റെ വഴിയിൽ നടക്കരുത്. അങ്ങനെ വന്നാൽ വേണ്ട. അപ്പൻ്റെ വഴിയിൽ മക്കൾ നടന്നാൽ അപ്പൻ്റെ പാപം മക്കൾ വഹിക്കണം. പിന്നെ ഒരു സമൂഹത്തിലുള്ളപ്പോൾ സമൂഹത്തിൻ്റെ പാപവും നമുക്ക് പ്രശ്നമായി വരും. ഒരാഖാൻ്റെ പാപം ഇസ്രായേലിൻ്റെ പരാജയത്തിന് കാരണമായി. അവൻ പാപം ചെയ്തോട്ടെ, നമുക്ക് രക്ഷപ്പെടാം എന്ന് കരുതി നമുക്ക് മറ്റേ നിത്യരക്ഷ കിട്ടും. പക്ഷേ സമൂഹത്തിൽ പാപത്തിൽ നിർമ്മാർജ്ജനം ചെയ്യാനുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ചില കോൺസിക്വൻസ് നമ്മൾ അനുഭവിക്കേണ്ടി വരും. പാപം കൊണ്ടുള്ളതായ കഷ്ടത. പിന്നെ നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്ന കുറേ കഷ്ടതകളുണ്ട്. സുവിശേഷ വേല, കർത്താവിന് വേണ്ടി ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ സ്വന്തം സന്തോഷത്തോടെ തിരഞ്ഞെടുക്കുന്നതാണ്. മനസ്സിലാകുന്നു? ആരും നിർബന്ധിച്ചിട്ടല്ല, നമ്മൾ ചെയ്യുന്നു. അപ്പം നമ്മളും കഷ്ടത തിരഞ്ഞെടുക്കുന്നുണ്ടല്ലേ. എനിക്ക് യേശുവിനെ മതി, സ്തോത്രം. ഇങ്ങനെ തുടങ്ങി. പിന്നെ നമുക്ക് പ്രായമാകുമ്പോൾ ഉള്ള കഷ്ടതയുണ്ട്, രോഗമുണ്ട്, തേയ്മാനം വരും. ഇതൊക്കെ പിശാചിൻ്റെ പോരാട്ടമല്ല, പ്രായമായതിൻ്റെ ലക്ഷണമാണ്. പിന്നെ ശ്രദ്ധിക്കാതെ നടന്നാൽ മറിഞ്ഞു വീഴും. പിശാച് തള്ളിയിട്ടെന്നൊന്നും അപ്പം പറയരുത്. ശ്രദ്ധിക്കാതെ നടന്നതിൻ്റെ കുഴപ്പമാണ്. പിശാച് തള്ളിയും വിടും, ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ശ്രദ്ധിക്കാതെ നടന്നിട്ട് എന്തോ വന്ന് തള്ളിയതുപോലെ തോന്നിയെന്നൊക്കെ പറഞ്ഞതിനൊന്നും കാര്യമില്ല. ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം. ഇങ്ങനെ തുടങ്ങി പല പല വകുപ്പുണ്ട്. പോട്ടെ. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു വിഷയത്തിൽ ദൈവം പരീക്ഷിച്ചു. അപ്പം എന്നെയും നിങ്ങളെയും ദൈവം എന്ത് ചെയ്യും? പരീക്ഷിക്കും. പരീക്ഷയുടെ സമയമാണല്ലോ. എന്താണ് ദൈവത്തിൻ്റെ പരിശോധനാ വിഷയം? നമുക്ക് കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, ബോട്ടണി ഉണ്ട്, അല്ലേ? ഓരോരുത്തർക്കും ഓരോരോ വിഷയങ്ങളാണ്. എന്തിനാണ് ദൈവം നമ്മെ പരീക്ഷിക്കുന്നത്? സ്തോത്രം. വിഷയം അറിഞ്ഞെങ്കിലല്ലേ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. കെമിസ്ട്രിയിലാന്ന് ഫിസിക്സും പഠിച്ചുകൊണ്ട് പോയ കാര്യമുണ്ടോ? ഇത് എന്താണ് പരീക്ഷയാണെന്നോ ഇതെന്തിനാണെന്നോ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, അറിയില്ല. ദൈവം നമ്മെ പരിശോധിക്കും. നേരെ നടന്നാൽ അയ്യോ എനിക്കെന്തിനാണ് ഈ പരിശോധന, ഞാൻ തെറ്റെന്ത് ചെയ്തു? അപ്പോൾ നമ്മൾ അവിടെ തെറ്റിപ്പോയി. അപ്പം നമ്മുടെ ചിന്ത തെറ്റ് ചെയ്യുന്നവർക്ക് മാത്രമാണ് പരീക്ഷ. അബ്രഹാം എന്ത് തെറ്റ് ചെയ്തു? ഇയ്യോബ് എന്ത് തെറ്റ് ചെയ്തു? മനസ്സിലാവുന്നുണ്ടോ ദൈവമക്കളെ? തെറ്റ് ചെയ്യുന്നവർക്ക് മാത്രമാണ് പരിശോധന. തെറ്റ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇത്. തെറ്റ് ചെയ്യുന്നവർക്കുണ്ട്, അത് വേറെ. അവർക്ക് മാത്രമല്ല. നീ അത് മനസ്സിലാക്കണം. പരീക്ഷ നേരെ എഴുതണമെങ്കിൽ നീ നന്നായി പഠിച്ചിരിക്കണം. എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം? നന്നായി അതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിലേ ശരിയായ രീതിയിൽ അവിടെ നിന്ന് ജയിക്കാനായി പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ തുടക്കത്തിലേ തെറ്റിപ്പോകും. എന്തിന് എനിക്ക് പരിശോധന, എന്തിന് എനിക്കിങ്ങനെ എന്ന് ആദ്യമേ നമുക്ക് തോന്നുന്നതിൻ്റെ കാര്യം നമുക്ക് വിഷയമേ അറിയത്തില്ല. ഞാൻ പഠിച്ചുകൊണ്ട് പോയത് ബോട്ടണി, വന്നത് സുവോളജി. എന്തിന് സുവോളജി? ബോട്ടണിയല്ലേ ഞാൻ പഠിച്ചത്.
അങ്ങനെ വരരുത്. സ്തോത്രം. എന്തിനെനിക്കെന്നല്ല ചോദിക്കേണ്ടത്, ഞാനിവിടെ എന്ത് ചെയ്യണം? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പരിശുദ്ധാത്മാവ് ചിലരോട് വ്യക്തമായി പറയുന്നു, നിന്റെ പാപം കൊണ്ടോ നിന്റേതായ ജീവിതത്തിൻ്റെ പരാജയം കൊണ്ടോ ആകണമെന്നൊന്നുമില്ല. സ്തോത്രം. ദൈവത്തിന് നീതിമാന്മാരെയും പരിശോധിക്കാൻ അവകാശമുണ്ട്. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാ? ഹല്ലേലൂയ. ഇനി ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളെ വേദപുസ്തകം പറയുന്നു, അധികം ഫലം കായ്ക്കേണ്ടതിന് ഞാൻ അതിനെ ചെത്തി വെടിപ്പാക്കുന്നു. നേരെ ജീവിക്കുക മാത്രമല്ല, ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്നു, അനേകർക്ക് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ശരീരം കൊണ്ടും നല്ല മനസ്സുകൊണ്ടും നന്നായി ഓരോരുത്തർക്ക് എങ്ങനെയൊക്കെ സഹായമാകണമോ അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ചെത്തലുണ്ട്. പുസ്തകം അങ്ങനെ തന്നെ പറയുന്നു, ഇനിയും നീ പ്രയോജനപ്പെടാൻ എൻ്റെ ദൈവം നിന്നെ ചെത്തുന്നു. ചില മനസ്സുകളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ ഈ നല്ല മനസ്സോടെ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ പ്രയോജനപ്പെട്ടിട്ട് ഇങ്ങനെയാണ് എൻ്റെ ജീവിതാനുഭവമെങ്കിൽ ഇനി ഞാൻ ഫലം കായ്ക്കുകയില്ല എന്നല്ല നീ പറയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? ഇനി എന്നെ കൊണ്ട് ആർക്ക് ഉപകാരം വേണ്ട, ഇതൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എൻ്റെ ദൈവം ഇങ്ങനെയാണല്ലോ ചെയ്യുന്നതെന്ന് കണ്ട് നീ തുടക്കത്തിലെ പരീക്ഷ എഴുതാതെ തോറ്റുപോകരുത്. പ്രൈസ് ദി ലോർഡ്. അധികം ഫലം കായ്ക്കാൻ എൻ്റെ ദൈവം എന്നെ ചെത്തുന്നെങ്കിൽ ഞാൻ അധികം ഫലം കായ്ക്കും. കായ്ച്ചുകൊണ്ടിരിക്കുന്നതിനെ ചെത്തുമ്പോൾ നീ ഫലം നിർത്തിയാൽ നീ തോറ്റുപോകും. അധികം ഫലം കായ്ച്ചാൽ നീ ജയിക്കും. എത്ര പേർ കേട്ടെടുത്ത് ദൈവത്തിന് മഹത്വം കരേറ്റാം? ഹല്ലേലൂയ. അധികം ഫലം കായ്ച്ചാൽ നീ അവിടെ ജയിച്ചു. ഒതുങ്ങിപ്പോയാൽ നീ തോറ്റു. ഹല്ലേലൂയ. ഇങ്ങനെ തുടങ്ങി ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ പലതാണ്. കൃപ, സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ദൈവത്തെക്കുറിച്ച്, തിരുവഴുത്തിൽ ദൈവം നമ്മെ ശോധന ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയുള്ളവരായി എന്തു വന്നാലും കർത്താവിൽ നിന്ന് അകന്നു പോകാതെ ചേർന്നിരുന്നാൽ ഒരു കാര്യം തുടക്കത്തിലേ പറയട്ടെ, ശത്രു ജയിക്കാൻ അനുവദിക്കരുത്. ശത്രുവിൻ്റെ ഇഷ്ടം നടക്കരുത്. ദൈവ ഇഷ്ടം മാത്രം നടക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നെണ്ണുവീൻ. മതി. എന്താണ് പരിശോധിക്കുന്നതൊന്ന്? എൻ്റെ വിശ്വാസത്തെ ദൈവം പരിശോധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിശ്വാസത്തെ ദൈവം എന്ത് ചെയ്യും? പരിശോധിക്കും. നമുക്കറിയാം, അബ്രഹാമിനൊരു പേരുണ്ട്, വിശ്വാസികളുടെ പിതാവ്. കാരണം അത്രയ്ക്ക് വിശ്വാസം ദൈവത്തിൽ പ്രകടിപ്പിച്ച ആളാണ്. പുസ്തകം നമ്മൾ പഠിച്ചു വന്നാൽ അബ്രഹാം അല്ലാതെ പിന്നെ ആരാണ് യോഗ്യൻ? 100-ാമത്തെ വയസ്സിൽ ജനിച്ച ഈ മോനെ കൊണ്ട് യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ അമ്മയോടോ കൂടെ നടക്കുന്നവരോടോ ഇസ്ഹാക്കിനോടോ പറയാതെ അതിരാവിലെ എഴുന്നേറ്റ് യാഗം കഴിക്കാൻ പുറപ്പെട്ട് ആ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി നടന്ന ഈ അബ്രഹാം അല്ലാതെ. സ്തോത്രം. ഇനി നമുക്കൊക്കെ ഒരു വികാരം വന്നാൽ അന്നേരമാണെങ്കിൽ രക്ഷപ്പെട്ടു. ഇത്രയും ഗ്യാപ്പ് കിട്ടിയാലുണ്ടല്ലോ, ഇത്രയും ഈ ബാല്യക്കാരോടും കൂടെ നടന്ന് അത് വരച്ച്. അപ്പം ഇത് അബ്രഹാമിൻ്റെ മനസ്സെങ്ങനെയൊക്കെ ഇളകി മറിഞ്ഞു കാണണം. ഇറങ്ങിപ്പുറപ്പെട്ട് ആ ഒരു ആവേശത്തിൽ ദൈവം പറഞ്ഞത് കേട്ടുകൊണ്ടങ്ങ് ചാടിപ്പുറപ്പെട്ട് പോകുന്ന വഴിക്കൊക്കെ എന്തൊക്കെ ചിന്തകൾ അബ്രഹാമിൻ്റെ അകത്ത് പോയി കാണാം. എനിക്ക് തോന്നുന്നു ഇതിനെയെല്ലാം അബ്രഹാം ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കി. അവസാനം ഇസ്ഹാക്ക് ചോദിക്കുന്നു, അപ്പാ ആട്ടിൻകുട്ടിയില്ല? ആലോചിച്ചൊന്നും അല്ലായിരുന്നു അവിടുത്തെ മറുപടി. ഓ, ദൈവം നോക്കിക്കൊള്ളും മകനെ. റെഡിമെയ്ഡ് ഉത്തരം. എനിക്ക് തോന്നുന്നു
ഈ നടക്കാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ചൊന്നും അബ്രഹാമിൻ്റെ അകത്തൊരു പ്രശ്നമില്ലായിരുന്നു. അവൻ ദൈവത്തെ സ്തുതിച്ച് ആത്മാവിൽ ബലപ്പെട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. അതാണ് ഒരു ചോദ്യം വന്ന ഉടനെ അതിന് ദൈവത്തിന് മഹത്വകരമായ മറുപടി വന്നത്. സ്തോത്രം, നീ ദൈവകൃപയിൽ നിൽക്കുന്നോ എന്നുള്ളത് നിന്റെ റെഡിമെയ്ഡ് ഉത്തരം കേൾക്കുമ്പോൾ മനസ്സിലാകും. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വകരമായ നിന്റെ ചില വാക്കുകൾ, ദൈവത്തിന് മഹത്വകരമായ ചില മറുപടികൾ, അത് കേൾക്കുമ്പോഴറിയാം ദൈവവുമായി നിനക്കെത്ര ബന്ധമുണ്ട്, നീ എത്രത്തോളം ആത്മാവിൽ നിൽക്കുന്നു. ഒരു പ്രശ്നത്തിന്റെ നടുവിൽ നിന്റെ പ്രതികരണം എങ്ങനെയാണ്? ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കത്തക്കവണ്ണം, ദൈവത്തിലുള്ള ഉറപ്പിനെ പറയത്തക്കവണ്ണം ആ വാക്കുകൾ പര്യാപ്തമാണ്. സ്തോത്രം. അത് കേട്ട ഇസഹാക്കിന് അല്പം പോലും സംശയം വന്നില്ല. സ്തോത്രം. അവന് മനസ്സിലായി അവിടെ എന്തോ ഒരു പരിപാടി ഉണ്ട്. സംശയം വരുത്തുന്ന ഒന്നും ഈ അബ്രഹാമിൻ്റെ വാക്കുകളിലും ഇല്ല. എത്ര സങ്കീർണമാകേണ്ട യാത്ര, എത്ര വേദന വരുത്തേണ്ട യാത്ര, എത്ര നിരാശപ്പെടുത്തേണ്ട യാത്ര. എന്നാൽ ദൈവത്തിലുള്ള ഉറപ്പ്, വിശ്വാസം കൊണ്ട് ആ യാത്ര അബ്രഹാം അതിനെ സന്തോഷമാക്കി അങ്ങ് മാറ്റി. ഒരു പ്രശ്നം, ഒരു സംഘർഷം വളരത്തില്ല. അതുകൊണ്ടാണ് അബ്രഹാമിന് എന്ത് വരുത്തിയത്? വിശ്വാസികളുടെ പിതാവ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ പരിശോധന. ഞാനും നിങ്ങളും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ ദൈവത്തെ തള്ളിപ്പറയുമോ? പിന്നെ ഈ വിശ്വാസത്തിന് ഒരു കാരണമുണ്ട് കേട്ടോ. ഈ വിശ്വസിക്കുന്നത് മകനെ തിരിച്ചു കിട്ടുമെന്നുള്ള വിശ്വാസം അല്ല, ദൈവത്തിലാണ് വിശ്വാസം. ദൈവം എന്ത് ചെയ്യുന്നോ അതിനെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സ്. വിശ്വാസം എന്നത് കിട്ടുമെന്നുള്ളതിലല്ല, വിശ്വാസം എന്നുള്ളത് വ്യക്തിയിലാണ്. മനസ്സിലാകുന്നുണ്ടോ? ആരെയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിലാണ് എൻ്റെ വിശ്വാസം. നമുക്ക് പലപ്പോഴും ദൈവം അത് തരും, ദൈവം ഇങ്ങനെ ചെയ്യുമെന്നുള്ളതിലാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെയല്ല വിശ്വസിക്കണം. ആരെയാണ് വിശ്വസിക്കേണ്ടത്? ദൈവത്തിൽ വിശ്വസിക്കണം. പ്രൈസലോ. ഇനി ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും വിശ്വസിക്കാം. ദൈവം പറയണം. പ്രൈസലോ. ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എൻ്റെ ദൈവം നമ്മെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് പരിശോധിക്കും. എൻ്റെ വിശ്വാസം ശരിയായതാണോ മാറ്റു നോക്കും. പ്രൈസലോ. ദൈവത്തിൻ്റെതായ ആ സ്നേഹത്തിൽ എൻ്റെ ലോകസ്നേഹം കയറുന്നുണ്ടോ എന്നൊക്കെ ദൈവം നോക്കും. ആവർത്തന പുസ്തകം അതിൻ്റെ 13-ാം അധ്യായം 1 തൊട്ടൊന്ന് വായിച്ചാട്ടെ. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടപ്പി, അതിനോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കുകയും അരുത്. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നാം ചെന്ന് സേവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകന്റെയോ സ്വപ്നക്കാരന്റെയോ വാക്ക് നീ കേട്ടനുസരിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ സ്നേഹിക്കുന്നുവോ എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ പരീക്ഷിക്കുകയാകുന്നു. ഹല്ലേലൂയ. കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും സ്വപ്നക്കാരനോ പ്രവാചകനോ വന്ന് ഈ വചനത്തിന് വിരുദ്ധമായ ലോകസ്നേഹം നമ്മുടെ അകത്ത് കയറുന്ന, ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആ വാക്കും കേട്ടോണ്ട് നീ പോകരുത്. സ്തോത്രം. നീ ദൈവത്തെ തന്നെ മുറുകെ പിടിച്ചിരിക്കണം. സ്തോത്രം. ദൈവം തരുന്നതല്ല വിഷയം, ദൈവമാണ് എൻ്റെ വിഷയം. പ്രൈസ് ദി ലോർഡ്.
എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞെങ്കിൽ ഓക്കെ. അത് കിട്ടിയില്ലെന്നും പറഞ്ഞ് സമരം ചെയ്യാനൊന്നും പോകരുത്. സ്തോത്രം. മനസ്സിലായ എത്ര പേരുണ്ട്? തരുമെന്ന് പറഞ്ഞെങ്കിൽ ദൈവം തരും. അതിൻ്റെ പുറകെ പോണ്ട. ഞാനും നിങ്ങളും ദൈവത്തെ സ്നേഹിച്ച്, അവിടെ പറയുന്ന വാക്ക് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഈ ദൈവത്തെ സ്നേഹിച്ച് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുമോ എന്ന് ദൈവം പരീക്ഷിക്കുകയാകുന്നു. ദൈവത്തെ തന്നെയാണോ ഞാൻ നോക്കിയിരിക്കുന്നത്, അതോ ദൈവം തരുന്ന എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതിനും കിട്ടാത്തതിനും അനുസരിച്ച് എൻ്റെ ദൈവത്തെ അനുസരിക്കാതെയും സ്നേഹിക്കാതെയും എൻ്റെ ഹൃദയത്തിന് ചാഞ്ചല്യമുണ്ടാകുമോ എന്നുള്ളത് എൻ്റെ ദൈവം എന്നെ ഇങ്ങനെ പരിശോധിക്കും. ഇന്ന് പകൽ പരിശുദ്ധാത്മാ വ്യക്തികളോട് പറയുന്നു, നീ തോൽക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? നീ തോൽക്കരുത്. എന്താണ് ആ തോൽക്കാതിരിക്കാൻ ചെയ്യേണ്ടതെന്നറിയാമോ? ഞാൻ പറയണം, അഡ്മിഷൻ കിട്ടിയില്ലേലും സ്തോത്രം, അഡ്മിഷൻ തന്നാലും സ്തോത്രം, ജോലി കിട്ടിയില്ലേലും സ്തോത്രം, ജോലി തന്നാലും സ്തോത്രം, സമയം ദീർഘിച്ചാലും സ്തോത്രം, പെട്ടെന്ന് കിട്ടിയാലും സ്തോത്രം, എൻ്റെ കൂടെ ഉള്ളവർക്കെല്ലാം കൊടുത്താലും സ്തോത്രം. സ്തോത്രം പറയാൻ പറ്റുമോ? ചിലർക്കൊക്കെ അതാണ് പ്രയാസം. പ്രാർത്ഥിച്ച എല്ലാവർക്കും കിട്ടി, എനിക്ക് കിട്ടിയില്ല. സ്തോത്രം. ഇപ്പൊ കാണല്ലേ, എനിക്ക് 3rd റാങ്കായിപ്പോയി. എടാ, റാങ്ക് ഇല്ലാത്ത ആൾ താഴെയുണ്ട്. നീ പഠിക്കാതെ ഉഴപ്പി നടന്നിട്ട് 3rd റാങ്ക് തന്നെ കിട്ടണം നിനക്ക്, അത് വേറൊരു കാര്യം. അതിൽപ്പെട്ട് നിരാശപ്പെട്ടു പോകാതെ താഴെ വേറെ ഉണ്ട്. സ്തോത്രം. ഇത്രയൊക്കെ പഠിക്കാൻ ബുദ്ധി തന്നില്ലേ ദൈവം നിനക്ക്? സ്തോത്രം. അപ്പൊ ഇങ്ങനെ ഓരോന്നോരോന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ ഘടകവിരുദ്ധമായിട്ടൊക്കെ ദൈവം പ്രവർത്തിക്കും. ചില രോഗങ്ങൾ, ചില പ്രയാസങ്ങൾ, ചില പരാജയപ്പെടുത്തുന്ന തോന്നുന്ന അനുഭവങ്ങൾ, ഇതൊക്കെ വരുമ്പോൾ ജയിക്കാനായി ദൈവത്തിൻ്റെ വചനം നിർദ്ദേശിച്ചിരിക്കുന്നത് ആ ദൈവത്തെ തന്നെ അങ്ങ് മുറുകെ പിടിച്ചോണം. 3 അപ്പം വായ്പ ചോദിക്കാൻ പോയ കൂട്ടുകാരനെ പറ്റി അറിയാമല്ലോ. രസകരമായ ഒരു കഥയാണ്. കഥയല്ല, നടന്ന സംഭവമാണ്. അർദ്ധരാത്രിയിൽ, ഇവിടെ എത്ര സ്നേഹിതന്മാരുണ്ട്? 3 സ്നേഹിതന്മാരുണ്ട്. ആരൊക്കെ? ഒന്ന് വിരുന്ന്, അർദ്ധരാത്രിക്ക് ഒരാൾ വിരുന്ന് വന്നു. അപ്പോൾ അർദ്ധരാത്രിക്ക് ഒരാൾ വിരുന്ന് വരണമെങ്കിൽ അവർ തമ്മിൽ നല്ല, ഈ രാത്രി ഞാൻ പോയാലും അവനൊരു പ്രയാസം തോന്നില്ല. നമ്മൾ രാത്രിയും പകലും പോകത്തില്ലല്ലോ, അല്ലേ? ഇനി നമ്മൾ കയറ്റത്തില്ലല്ലോ. ഇവിടെ പരീക്ഷ നടക്കുകയാണ്. ഈ പരിസരത്തെ എന്ത് ചെയ്യരുത്, വരരുത്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നല്ല ആവശ്യമായ കാര്യമാണ്. പരീക്ഷയ്ക്ക് മുടക്കം വരുത്തുന്ന സ്നേഹിതരാണെങ്കിൽ നമ്മൾ അകറ്റി നിർത്തിക്കോണം, പോട്ടെ. അപ്പോൾ അർദ്ധരാത്രിയായിട്ടും ഇവന് ഒരു മടിയും വന്നില്ല ആ വീട്ടിൽ കയറി ചെല്ലാൻ. അവൻ സന്തോഷത്തോടെ വീട്ടിൽ കയറി ചെന്നു. കാരണം അവർ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. ഈ കയറി ചെല്ലുന്ന സ്നേഹിതന് ആരുടെ വീട്ടിൽ കയറി ചെന്നു അവനെക്കുറിച്ചൊരു ഉറപ്പുണ്ട്. അവന് ഇതൊരിക്കലും പ്രയാസമാവുകയില്ല. എത്ര പേർക്ക് സ്തോത്രം പറയാം? കണ്ടോ, അകത്ത് വിശ്വാസം വന്നപ്പോൾ പ്രവൃത്തിക്ക് മാറ്റം വന്നത് കണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ ചെന്ന പാടെ ആരുടെ വീട്ടിൽ ചെന്നു ആ സ്നേഹിതന് ഒരു പ്രയാസം, ഒന്നും കൊടുക്കാനില്ലല്ലോ. അല്ലേ, നമ്മളാണെങ്കിൽ ഈ അർദ്ധരാത്രിക്ക് ഇനി എന്ത് ചെയ്യാൻ? നീ വല്ലതും പറഞ്ഞിട്ട് വന്നിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും കരുതിയിരുന്നേനെ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ? നമുക്ക് യാത്രക്കാരൻ അങ്ങനെ ആര് കരുതിയില്ല. അവനൊരു എങ്ങനെയെങ്കിലും എന്തെങ്കിലും കൊടുക്കണം. അങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് തൻ്റെ ഒരു സ്നേഹിതൻ, അവിടെ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് ഇവൻ ഉറപ്പുണ്ട് എന്തെങ്കിലുമൊക്കെ അവിടെ കണ്ടോ, അവൻ്റെ ബുദ്ധി പോയ പോക്ക് കണ്ടോ? നമുക്കറിയാലോ, കുഞ്ഞുങ്ങളായ രാത്രി ആയാലും എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ ചോദിക്കും. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അപ്പോഴും അവിടെ റെഡി ആയിരിക്കും. അവിടെ ചെന്നാൽ എന്തെങ്കിലും കിട്ടും.
ആ അർദ്ധരാത്രിക്ക് ഇദ്ദേഹം വെച്ച് പിടിച്ചു അവിടെ. എന്തൊക്കെയാണ് നടക്കുന്ന സംഭവങ്ങളെന്ന് നോക്കണേ. ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ ചെന്ന് കതക് മുട്ടി. കതക് മുട്ടിയപ്പോൾ കാണാം അകത്തുനിന്ന്, ഇവിടെ ശബ്ദമൊന്നും ഉണ്ടാക്കരുത്, കുഞ്ഞുങ്ങൾ കിടന്ന് ഉറങ്ങുകയാണ്. ഞാൻ എഴുന്നേറ്റാൽ അവർ എഴുന്നേക്കും, കാരണം എൻ്റെ ചൂട് പിടിച്ചാണ് അവരെന്ത് ചെയ്യുന്നത്, കിടന്നുറങ്ങുന്നത്. മര്യാദയ്ക്ക് വീട്ടിൽ പോ. അങ്ങനെ പിന്നെയും കൊട്ടി. പിന്നെയും പറഞ്ഞു, എടുത്തു തരാൻ പറ്റത്തില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്. സ്തോത്രം. ഇങ്ങനെ 2-3 കൊട്ടലൊക്കെ ആയപ്പോൾ എനിക്ക് തോന്നുന്നു അയൽവക്കക്കാരൊക്കെ ലൈറ്റ് തെളിയിച്ചു. മനസ്സിലായോ? അയൽവക്കക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നു, ഇതെന്ത് പക്ഷിയുടെ അർദ്ധരാത്രിക്ക് ഒരാൾ വന്നിരുന്ന് കതക് തട്ടുന്നു, പുറത്തകത്തുനിന്ന് തുറക്കുന്നുമില്ല. പിന്നെ അവരാരും വരാത്തതിൻ്റെ കാര്യം എന്തെന്നറിയാമോ? ഈവൻ അവൻ്റെ സ്നേഹിതനാണെന്ന് അവർക്കൊക്കെ അറിയാം. അല്ലെങ്കിൽ കള്ള എന്ന് പറഞ്ഞ് എന്ത് ചെയ്തേനെ? ഇദ്ദേഹത്തെ അവർക്കറിയാം. അവിടെ സ്ഥിരമായി വരുന്നയാളാണ്, ഇവർ തമ്മിൽ സുഹൃത്തുക്കളാണ് എന്നുള്ളത് അവർക്കറിയാം. ഇനിയാണ് ഞാൻ പറയുന്നതിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഭാഗം. അപ്പോൾ അവർക്കെല്ലാം സംശയം, ഇത്രയും സമയത്ത് ഇവൻ ഇങ്ങനെ കൊട്ടിയിട്ട് ഇവൻ എന്തുകൊണ്ട് തുറന്നില്ല? ഇവർ തമ്മിൽ പിണങ്ങിയോ? ഉണ്ടോ? എന്തൊക്കെ സംശയം പോകുന്നറിയാമോ? എടാ, ഈ അർദ്ധരാത്രിക്ക് ഇവൻ വന്ന് കൊട്ടുന്നു, അവൻ എന്ത് ചെയ്യുന്നില്ല? തുറക്കുന്നില്ല. അപ്പൊ എന്തോ ഇതിൻ്റെ പിന്നിൽ ഉണ്ട്. നമ്മളാണെങ്കിൽ ഒരു നോവൽ എഴുതിയേനെ. ഇവിടെ ഒരു സംഭവം നടക്കുന്നു, അവർ ഭയങ്കര ഗുലാനായിരുന്നില്ലേ? ഞാൻ കുറെ നാളുകളായിട്ട് വിചാരിക്കുന്നു ഇവർ തമ്മിലൊന്ന്, ഇവ ഒരുത്തം വെളിയിൽ തെട്ടുന്നു, അവ എന്ത് ചെയ്യുന്നില്ല? തുറക്കുന്നില്ല. എന്തോ ഉണ്ട്. സ്തോത്രം. ഇതൊക്കെ ഇവരിങ്ങനെ ഓരോ കണ്ണും നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇവനൊരു ലജ്ജ. ആർക്ക്? ഇവിടെ ആളുകളെല്ലാം നോക്കുകയും ചെയ്യുന്നു, ഇവൻ എന്ത് ചെയ്യുന്നില്ല? നമ്മളാണെങ്കിൽ പതുക്കെ തലേന്ന് താഴ്ത്തി അങ്ങ് പോയേനെ. ഇവനറിയാം അകത്തുള്ളവൻ തരും. അവൻ ലജ്ജ കൂടാതെ, എത്ര പേർക്ക് സ്വോത്രം പറയാ? ലജ്ജ കൂടാതെ. കാരണം അവനറിയാം എൻ്റെ സ്നേഹിതൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവത്തിന് സ്വോത്രം പറയാ? എൻ്റെ ദൈവമാര്, എൻ്റെ ദൈവമാര്. ഹല്ലേലൂയ. ആരെയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്? ഒരു ദിവസത്തെ പ്രാർത്ഥനയോ, ഒരു ദിവസത്തെ കണ്ണുനീരോ, ഒരു ദിവസത്തെ ഉപവാസമോ, 1-2 വർഷത്തെ പ്രാർത്ഥനയോ, ഇതൊന്നും കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തോടുള്ള സ്നേഹം അവസാനിപ്പിക്കത്തില്ല. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കുമ്പോൾ, എന്നോട് കരുണ തോന്നുമ്പോൾ, എൻ്റെ അവസാനം വരെ എൻ്റെ കർത്താവിനോടുള്ള സ്നേഹത്തെ മുറുകെ പിടിച്ച് ഞാൻ ജീവിക്കുമെന്ന് അകത്തുറപ്പുള്ള എത്ര ദൈവമക്കളുണ്ട്? ഒന്ന് കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആ ഉപമയിൽ യേശു പറയുന്ന ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ഈ വന്ന സ്നേഹിതൻ, ഈ കപ്പൻ ചോദിക്കാൻ വന്നയാള് സ്നേഹിതനാകെ കൊണ്ട് എടുത്തു കൊടുക്കയില്ലെങ്കിലും, അപ്പൊ എടുത്തു കൊടുക്കാത്തതിന്റെ കാര്യം എന്താണ്? സ്നേഹിതനായിരുന്നു. അതെന്താ? വന്നയാൾക്ക് ഉറപ്പുണ്ട് ഇയാൾ തരുമെന്ന്. പിന്നെ അകത്ത് കിടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ ഉറപ്പുണ്ട് ഇവൻ വാങ്ങിച്ചോണ്ടേ പോവും. ആക്ക് മനസ്സിലായോ? സ്നേഹിതനായതുകൊണ്ടാണ് എന്ത് ചെയ്തത്? കാരണം എൻ്റെ ചിന്ത ഞാൻ പറയാൻ ശ്രദ്ധിക്കും. ഇപ്പോൾ ഉറങ്ങിയതേ ഉള്ളൂ കുട്ടികൾ. ഇപ്പോൾ കൂടുതലൊക്കെ ഒച്ച വെച്ചാൽ അവരെന്ത് ചെയ്യും? എഴുന്നേക്കും. അതുകൊണ്ട് പതുക്കെ തട്ടി നന്നായിട്ടൊന്ന് ഉറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ എഴുന്നേറ്റൊന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണ്? ഇവനറിയാം, ഇവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ വാങ്ങിച്ചു, അവൻ അവിടെ കാണും, ഒരിടത്തും പോകത്തില്ല. പരസ്പരം നല്ല ധാരണയുണ്ട്. പിന്നെ
ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ട് നിന്നതുകൊണ്ട് 3 അപ്പം വായ്പ ചോദിക്കാൻ വന്നവനെ വേണ്ടുവോളം എടുത്തു കൊടുത്തു. ചോദിക്കാൻ വന്നത് 3 അപ്പമാണെങ്കിലും അവൻ ലജ്ജ കൂടാതെ എന്ത് ചെയ്തു? മുട്ടി. അപ്പൊ ഇന്ന് പകൽ പരീക്ഷ ജയിക്കണോ? പരീക്ഷ ജയിക്കണോ? കർത്താവിനെ മുറുകെ പിടിക്കുന്നതിൽ നീ ലജ്ജ വിചാരിക്കരുത്. നിന്റെ വിഷയത്തിന് ഇതുവരെ വിടുതൽ കിട്ടിയില്ലേ? അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ലോകം ചോദിക്കും. നീ ആ വാക്ക് കേട്ടിട്ട് നിന്റെ അകത്ത് ഒരു അവിശ്വാസം വരരുത്. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ലോക കാര്യങ്ങളെ ആസ്പദമാക്കി നിന്റെ വിശ്വാസം കുറയുകയും കൂടുകയും ചെയ്യരുത്. എങ്കിലും ഒരു പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നെന്നിരിക്കട്ടെ. അന്നേരം കയറി എൻ്റെ ദൈവം നല്ലവനെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നടക്കാൻ ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തപ്പോഴും നീ അത് പറയണം. മനസ്സിലാകുന്നുണ്ടോ? പരീക്ഷ ജയിച്ചാലും പറയണം ദൈവം നല്ലവൻ, പരീക്ഷ തോറ്റാലും പറയണം ദൈവം നല്ലവൻ. പിന്നെ പരീക്ഷ തോൽക്കുമ്പോൾ പറയുന്ന നല്ലവൻ എന്ന വാക്കിന് ജയിക്കുമ്പോൾ പറയുന്ന വാക്കിനേക്കാൾ വിലയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അവിടത്തെ നിന്റെ വാക്കിന് വലിയ വിലയുണ്ട്. സ്തോത്രം. പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം തോറ്റു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ അത് ജയിച്ചെടുക്കാൻ പറയുമ്പോൾ സമയമെടുക്കും. ഇസ്രായേലിനെ കനാൻ ദേശം കൊടുക്കാമെന്ന് ദൈവം പറഞ്ഞു. അവരെങ്ങനെ പോവുകയാണ്? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിനിടയ്ക്ക് തന്നെ ഓർമ്മപ്പെടുത്തി. 40 മൈൽ ദൂരമുള്ള സ്ഥലം അതുവഴി കൊണ്ടുപോകാതെ ദൈവം അവരെ ചെങ്കടൽ വഴി മരുഭൂമിയിലൂടെ ചുറ്റി നടത്തി. ഈ ദൂരമൊക്കെ ഇവർ ഏകദേശം 2 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ എത്തി. അന്ന് മോശയാണ് നേതാവ്. മോശ 12 ഒറ്റുകാരെ ദേശം ഒറ്റുനോക്കാൻ അയച്ചു. 40 ദിവസം കൊണ്ട് ഇവർ ദേശമൊക്കെ ഒറ്റുനോക്കി. അതിൽ 2 പേരാണ് യോശുവയും കാലേബും. ഇവരൊക്കെ വന്ന് അതിൽ നമുക്കറിയാമല്ലോ, ഒരാൾ ഒരു മുന്തിരിക്കൊല 2 പേര് ചേർന്ന് തൂക്കിക്കൊണ്ടുവന്നു. നമ്മൾ ചാക്കുനൂലി കെട്ടിയിരിക്കുന്ന മുന്തിരിക്കൊലയല്ല. ഒരു കമ്പെടുത്ത് തോളിലിട്ടിട്ട് ഒരു മുന്തിരിക്കൊല തൂക്കിക്കൊണ്ട് വന്നു. അപ്പോൾ ആ ദേശത്തിന്റെ സമൃദ്ധി നോക്കണേ. 2 പേർക്കെടുക്കാനുണ്ടെന്ന് ഒരു മുന്തിരിക്കൊല. അപ്പൊ പാലും തേനും ഒഴുകുന്നെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അങ്ങനെയാണ്. 10 പേര് പറഞ്ഞു, അയ്യോ കാര്യങ്ങളൊക്കെ ശരിയാണ്, ദൈവം പറഞ്ഞതിനൊന്നും ഒരു മാറ്റമില്ല, പാലും തേനും ഒഴുകുന്ന ദേശം. പക്ഷേ അവിടെ കയറാമെന്ന് മാത്രം നോക്കാതെ അവിടെ പാർക്കുന്നവരൊക്കെ അനാക്യമല്ലന്മാർ. അവരുടെ മുന്നിൽ ഞങ്ങൾ ചെന്ന് നിന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു വെട്ടുക്ക് ചെറിയതായിട്ട് തോന്നി. അത് പിന്നെ സ്വാഭാവികമല്ലേ. ഈ മുന്തിരിക്കൊല തിന്ന് കഴിയുന്നവന്മാർ പിന്നെ എങ്ങനെ ഇരിക്കൂ? ആ ബലം അവർക്ക് കാണത്തില്ലേ? എന്നാൽ യോശുവയും കാലേബും അവരെ അമർത്തി മിണ്ടാതിരിക്കെ, ദൈവദോഷം പറയാതെ, ദൈവത്തിൻ്റെ മഹത്വത്തിന് ചേരാത്തത് പറയാതെ. ഇവർ പറഞ്ഞത് ശരിയാണ്, അനാക്യ മല്ലന്മാരാണ്, അവർ വലിയവരാണ്, ശക്തരാണ്. പക്ഷേ നമ്മുടെ ദൈവം അതിലും വലിയവൻ. ഹല്ലേലൂയ! നമ്മുടെ ദൈവം അതിലും വലിയവൻ. ഹല്ലേലൂയ! ചെങ്കടൽ കടത്തിയ ദൈവത്തിന് അനാക്യമല്ലന്മാരെ ജയിക്കാൻ നമുക്ക് ബലം തരാൻ കഴിയും. മഹാരാജാക്കന്മാരായ സിഹോനെ, ഓഗിനെ ഒക്കെ തകർത്ത ദൈവത്തിന് ഇവരുടെ മേലും ജയം തരാൻ പറ്റും. വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു. സ്തോത്രം. എത്ര പേർക്ക് സ്തോത്രം പറയാ? മെറ്റീരിയൽ ലോക കാര്യങ്ങൾ വെച്ച് നീ ദൈവത്തിൽ നിന്ന് അകലരുത്. ദൈവത്തോടുള്ള നിന്റെ ഉറപ്പിന് കുറവ് വരരുത്. സ്തോത്രം.
അത് നിമിത്തം സംഭവിച്ചത് എന്താണെന്നറിയാമോ? അവര് ആ രാത്രി മുഴുവൻ ഇരുന്ന് കരഞ്ഞു. ഈ രണ്ടുപേര് പറഞ്ഞത് എന്ത് ചെയ്തില്ല? കേട്ടില്ല, വിശ്വസിച്ചില്ല. ദൈവം ഇത് കണ്ടിട്ട് ദൈവത്തിന് പ്രയാസം തോന്നി. ദൈവം പറഞ്ഞു, ഒരുത്തൻ 40 ദിവസം ദേശം ഒറ്റുനോക്കി എന്ന കണക്കിന് 40 വർഷം നിങ്ങൾ എൻ്റെ അകൽച്ചയറിയും. വന്ന മരുഭൂമിയിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളാം. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ 40 കൊല്ലം കഴിഞ്ഞ് മോശ മരിച്ചു. യോശുവയുടെ നേതൃത്വത്തിലാണ് ഇവരെ കനാൻ ദേശം അവകാശമാക്കി. നിന്റെ വിശ്വാസത്തെ പരിശോധിക്കുമ്പോൾ നീ അവിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞ് തോറ്റുപോകരുത്. മനസ്സിലാവുന്നുണ്ട്? എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാം? ഹല്ലേലൂയ. ഇതെന്തിന്? നേരോടെ ജീവിച്ച എനിക്കിതെന്തിന്? ദൈവം പറഞ്ഞ വാക്കനുസരിച്ചിറങ്ങിയ എനിക്കിത് എന്തിന്? അനേകർക്ക് ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്ന, അനേകർക്ക് ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ, എൻ്റെ തലമുറകൾക്ക്, എൻ്റെ കുടുംബത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഭവിച്ചു എന്നൊക്കെ ചോദിച്ച് നീ തോറ്റുപോകാതെ, പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, വാ കൊണ്ട് തന്നെ പറ, എൻ്റെ ദൈവം വലിയവൻ, എന്നെ പ്രയോജനപ്പെടുത്തി. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാ? പരീക്ഷയിൽ ജയിക്കാൻ വിശ്വാസത്തിന്റെ പരിശോധന. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ പരിശോധന. എൻ്റെ ദൈവത്തെയാണോ നീ സ്നേഹിക്കുന്നത്, അതോ ദൈവം തരുന്നതിനെയാണോ സ്നേഹിക്കുന്നത്? ദൈവത്തോട് എന്ത് പ്രശ്നം വന്നാലും നീ ചേർന്നിരിക്കുമോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യുമ്പോ അകത്തെ ദൈവസ്നേഹം കൊണ്ട് നീ പറ, ഹല്ലേലൂയ, എൻ്റെ ദൈവം തന്നെയാണ് വലിയവൻ. ഈ ദൈവസ്നേഹവും ആ ഒരു ദൈവത്തിലുള്ള ഉറപ്പും ഒക്കെ വന്നാലുണ്ടല്ലോ, നമ്മെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യവും ചെയ്യാൻ പറ്റും. സ്തോത്രം. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ ദാവീദ് ഫെലിസ്ത്യന്റെ നേരെ പോകാനുള്ള കാരണം എന്താണെന്നറിയാമോ? എടാ, അവിടെ 40 ദിവസമായിട്ട് ഗോലിയാത്ത് ഈ ഇസ്രായേൽ നിരകളെയൊക്കെ വെല്ലുവിളിക്കുകയാണ്, അവരുടെ ദൈവത്തെ നിന്ദിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് ഈ ശൗലിൻ്റെതായ പടയാളികൾക്കോ ദാവീദിൻ്റെ ജ്യേഷ്ഠന്മാരവിടെ ഉണ്ട്, അവർക്കോ ഒന്നും ഇതുവരെ ഒന്നും പ്രവർത്തിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ജ്യേഷ്ഠന്മാർ സുഖമായിരിക്കുന്നോ, അവരുടെ വിവരമൊന്നുമില്ല. അതുകൊണ്ട് ഇശായി ദാവീദിനെ പറഞ്ഞ് അങ്ങോട്ട് വിട്ടതാണ്. അന്നേരം ദൂരെ നിന്ന് വരുമ്പോൾ ആരോ ഒരുത്തൻ എന്ത് ചെയ്യുന്നു? ആരാണെന്ന് കണ്ടില്ല. ആരോ ഒരുത്തൻ ഇസ്രായേലിന്റെ ദൈവത്തെ നിന്ദിക്കുന്നു. വാക്ക് മനസ്സിലാവുന്നുണ്ടോ? നിന്ദിക്കുന്നു. ആ വാക്ക് കേട്ട ഉടൻ ഇവൻ പറയുന്നു, ജീവനുള്ള എൻ്റെ ദൈവത്തെ നിന്ദിക്കാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ഞാൻ അവനെ ഇപ്പൊ കൊല്ലും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണേ. ഞാൻ അവനെ ഇപ്പൊ ഇത് വിവരം എല്ലാവരും അറിഞ്ഞു. രാജാവ് പറഞ്ഞു, അവൻ്റെ സഹോദരന്മാർ അറിഞ്ഞു. സഹോദരന്മാർ പറയുന്നു, കൊള്ള നിന്നെ ഞങ്ങൾക്കറിയാം, നീ എവിടെയും കയറി ആളാകുന്നവനാണ്, നീ അതുപോലെ ഇവിടെ കയറി ആളാകരുത്, നിന്റെ ജീവൻ പോക്കാണ്. സ്തോത്രം. ഈ ശൗല് വിവരം പറഞ്ഞു. ശൗല് ഇവനെ നിരുത്സാഹപ്പെടുത്തുക. എടാ, ഒരുത്തം വന്ന് യുദ്ധം ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്നല്ലേ വിചാരിക്കേണ്ടത്. ശൗലിനും അറിയാം ഇവനെ കൊണ്ടൊന്നിനും നടക്കത്തില്ല. അല്ലെങ്കിൽ ഒരു രാജാവ് എന്ത് ചെയ്തേനെ? എന്നാ നീ പോകുന്നെങ്കിൽ പോ. പക്ഷേ അവൻ്റെ വാക്കും അവൻ്റെ നിൽപ്പും ഒക്കെ കണ്ടപ്പോൾ ഇവർക്കാർക്കും അവനെ തടയാൻ പറ്റിയില്ല. എന്താണ് കൈമുതൽ? ദൈവം മാത്രം. സ്തോത്രം. മുന്നിൽ നിൽക്കുന്നത് ഒരു വലിയ സൈന്യവും അവനൊരു കൊമ്പനായ ഒരുത്തനും. ഇതൊന്നും ദാവീദിനെ ഭയപ്പെടുത്തിയില്ല. ദൈവമക്കളെ, ഞാൻ ആ ഭാഗം വായിച്ചു വരുമ്പോൾ എന്നെ സന്തോഷിപ്പിക്കുന്നത് ആ കല്ലെടുത്തെറിഞ്ഞ് ഗോലിയാത്ത് വീണതോ ആ ഗോലിയാത്തിൻ്റെ തല അറുത്തതോ ഒന്നും അല്ല.
എന്നെ എപ്പോഴും സ്പർശിക്കുന്നത് ആ ഗോല്യാത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ദാവീദിനെയാണ്. അവൻ പറഞ്ഞ വാക്കാണ്. ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ എവിടെയാണ് ദൈവം എന്നൊക്കെ ചോദിച്ച് അലമുറയിട്ട് പിന്നോട്ടോടുന്ന നമ്മുടെയൊക്കെ ജീവിതത്തില് മല്ലനായ ഗോല്യാത്ത് നിന്നിട്ട് ഒരല്പം പോലും ഭയമില്ലാത്തവനായി അവന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുന്നു, ഹല്ലേലൂയ, നീ എന്ത് ചെയ്തു? എന്റെ ദൈവത്തെ നിന്ദിച്ചു, അതുകൊണ്ട് നീ നിന്ദിച്ച എന്റെ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. വാക്കിൽ പതർച്ചയില്ല, വാക്കിൽ ഭയമില്ല, പ്രവൃത്തിയിൽ ഭയമില്ല. ആ വാക്യം നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിക്കണം കേട്ടോ വീട്ടിൽ പോയി. ഈ ദാവീദ് ഫെലിസ്ത്യന്റെ നേരെ ഓടി എന്നാണ്. ഇത് വല്ല നടക്കുന്ന കാര്യമാണ്? നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഫെലിസ്ത്യന്റെ നേരെ നമ്മൾ അങ്ങോട്ട് ഒരുത്തനെ ഓട്ടിച്ചിട്ടടിക്കുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? മരണഭയമില്ല, അത്രയ്ക്ക് ഉറപ്പ് ദൈവത്തിൽ. സ്തോത്രം പറയാൻ എത്ര പേരുണ്ട്? വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? ദൈവം എൻ്റെ ദൈവം എന്ന അകത്തുറപ്പുണ്ടോ? മറുപടി കിട്ടിയിട്ട് സ്തോത്രം പറയാൻ വേണ്ടി നീ കാത്തു നിൽക്കരുത്. ദൈവം പ്രവർത്തിച്ചിട്ട് ദൈവം നല്ലവനെന്ന് സ്തോത്രം പറയാമെന്ന് നീ പറയരുത്. വിശ്വാസത്തോടെ പറ, എൻ്റെ ദൈവം നല്ലവൻ.